ഹലോ, നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിലേക്ക് പോകാം. സോ നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്ലോബൽ ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്, ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അതായത് എങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് ജി ആണ് നമ്മൾ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയത്, ഇവിടെ ഒരു സാധനമുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നിട്ട് നമുക്കിതിൻ്റെ വയർ ഫ്രെയിം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഷെയ്ഡഡ് വ്യൂവിൽ, അതായത് സോളിഡ് വ്യൂ കാണുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഷോർട്ട് ഷിഫ്റ്റ് സി ആണ് നമ്മൾക്ക് ഈ രണ്ട് മോഡിലേക്കും ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്ലോബൽ ഓറിയൻറ്റേഷൻ ഇത് എന്താണ് സംഭവം എന്ന് നോക്കാം. ഇതിൽ ഒരുപാട് ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഗ്ലോബലും ലോക്കലും നോർമലും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊന്നും അധികമായിട്ട് ആരും അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യാൻ പറ്റും. ഈ ഗിംബിൾ എന്നൊക്കെ പറയുന്ന സാധനം ആനിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഗിംബിൾ എന്നൊക്കെ പറയുന്നത്. 1 by 1 നമുക്ക് നോക്കാം. ഓക്കെ, ഗ്ലോബൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിതിനെ ഗ്ലോബലി XY ആക്സസിലേക്ക് മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റിനാണ് ഗ്ലോബൽ മൂവ്മെൻറ്റ് എന്ന് പറയുക. സാധാരണ നമ്മൾ G പ്രസ് ചെയ്തിട്ട് ഇതിനെ എക്സിലേക്കും G പ്രസ് ചെയ്തിട്ട് വൈയിലേക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ മൂവ്മെൻറ്റ്. ഇതിൽ ലോക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒബ്ജക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു റൊട്ടേഷനിലേക്ക് തിരിച്ചു വെച്ച്, നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എയറോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതും ആ ആക്സസിലേക്ക് ചരിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ആ ഒരു ആക്സസിൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പം നമ്മളതിനെ Z ആക്സസ് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആക്സസിലേക്കാണ് അതിൻ്റെ എയർ ഉള്ളത്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ആക്സസിലേക്ക് മാത്രമേ മൂവ് ആവുള്ളൂ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പർട്ടിക്കുലർ സ്ലോപ്പിലേക്കൊക്കെ നമുക്കൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനെ തന്നെ നമ്മൾ ഇപ്പം കുറച്ച് എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ Z ആക്സസിലേക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്ലോബലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ലോക്കലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ആക്സസ് മൂവ്മെൻറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. കാരണം അതിൻ്റെ Z ആക്സസ് മുകളിലേക്ക് തന്നെ കിടക്കുന്നത്. നേരെ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേഷൻ ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഗ്ലോബലിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ ഗ്ലോബൽ ആക്സസിൽ മാത്രമേ മൂവ് ആവുള്ളൂ. അതായത് എക്സും വൈയും സിയും ഇങ്ങനെ മാത്രമേ മൂവ് ആവുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ആംഗിളിൽ ഒരിക്കലും അത് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോക്കൽ. ലോക്കലിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാ ലോക്കൽ ആക്സസിൽ മാത്രമേ വർക്കാവുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനാണ് ഈ ലോക്കൽ എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് നോർമൽ. നോർമൽ എന്താണ് നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 2 ഫേസസ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു പ്ലെയിൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലെയിനിന് ഇവിടെ ഒരു ഫേസ് ഉണ്ടാവും, ഇതിൻ്റെ ബാക്കിലും ഒരു ഫേസ് ഉണ്ടാവും. ഇതിൻ്റെ ഫേസിന് പറയുന്ന പേരാണ് നോർമൽസ്. അതായത് ഈ ഫേസിൻ്റെ ഓറിയൻറ്റേഷൻ എപ്പോഴും മുകളിലേക്കായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോർമൽ എന്ന് കാണാൻ പറ്റും. എഡിറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലെയിനിൻ്റെ നോർമൽ എവിടെയുള്ളതെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക്
ഈ പ്ലെയിനിൻ്റെ നോർമൽ ഇങ്ങോട്ടേക്കാണുള്ളത്, ഇതിന് താഴോട്ടേക്ക് നോർമൽ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഫേസ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ നമ്മൾ നോർമൽ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ, നോർമൽ എല്ലാം മുകളിലേക്കാണ്, പെർഫെക്റ്റ്. ഈ സാധനം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ഓറിയൻറ്റേഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് കളർ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് ഫേസ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റൈറ്റ്, അതായത് നോർമൽ ഫേസ്. ഈ ഓറിയൻറ്റേഷനാണ് കറക്റ്റ്. ഇതിപ്പോൾ ചില സമയത്ത് നമ്മൾ മോഡലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലിപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്തില്ല എങ്കിൽ, അതായത് ഈ ഫേസ് ഓറിയൻറ്റേഷൻ ഓൺ ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ നോർമൽ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പം ഹെയർ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിതിൽ ഫിസിക്സിൽ ഹെയർ പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് ഹെയർ ആഡ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ ഹെയർ താഴോട്ടേക്കായിരിക്കും പോകുന്നത്. കാരണം എന്താ, അതിന് നോർമൽ താഴോട്ടേക്കാണുള്ളത്. അപ്പം നമുക്കിതിന് നോർമൽ മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോയിട്ട് ഷിഫ്റ്റ് N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നോർമൽ മുകളിലേക്ക് ആയിരിക്കും. സോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല, അതിനാണ് നോർമൽ എന്ന് പറയുന്നത്. ആ ഒരു ആക്സസിന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ ഫേസിൻ്റെ ഓറിയൻറ്റേഷന് പറയുന്ന പേരാണ് നോർമൽ. സോ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഫേസിൻ്റെ നോർമൽ ഇതിൻ്റെ മുകളിലേക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റിന് ആ നോർമൽ വെച്ച് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോർമൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് ചരിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കലിൽ യൂസ് ചെയ്യുന്നിടത്തും നമുക്ക് ഈ ഒരു ആംഗിൾ തന്നെയാണ് കിട്ടുക. അല്ലാതെ നമുക്ക് എഡിറ്റിൽ പോയിട്ട് മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട, നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ എക്സും വൈയും ആക്സസ് ക്ലിയർ ചെയ്യുന്നു. പിന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു എഡിറ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് ആ ഒരു നോർമലിലേക്ക്, ആ ഒരു എഡ്ജിലേക്ക് നമുക്ക് ആ ഒരു ദിശയിലേക്ക്, ആ ഒരു വൈയോ സിയോ ആക്സസിലേക്ക് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ നോർമൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഗിംബലാണ്. ഗിംബല് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ടൊന്നും ഞങ്ങളില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ മെയിൻ യൂസായിട്ട് വരുന്നത് നമ്മൾ ഇവിടെ വ്യൂവിലേക്ക് ട്രാൻസ്ഫോമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐറ്റമിന് ട്രാൻസ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ആക്സസുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആക്സസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ നമ്പേഴ്സ് വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ആനിമേഷന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു മൂവ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി എല്ലാവരും ഉപയോഗിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ വ്യൂ എങ്ങനെ വെക്കുന്നു ആ വ്യൂ ആയിരിക്കും ഇതിൻ്റെ ആംഗിൾ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ആക്സസിലേക്കേ വർക്കാവുള്ളൂ. നേരെ കുറച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ആക്സസിൽ വർക്കാവും. ഇത് മെയിൻലി യൂസ് ആവുന്നത് നമ്മളിപ്പോൾ ഒരു ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിവിടെ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നമ്മളിവിടെ ഒരു ക്യാമറ പ്ലേസ് ചെയ്താണെങ്കിൽ, ഇനി നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ വ്യൂവിൽ വെച്ച് കഴിഞ്ഞാൽ ആ വ്യൂവിനനുസരിച്ചിട്ട് ആ സാധനം മൂവ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലോബലി വെച്ചിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്സസിലേക്ക് വെച്ചെങ്കിൽ പോരും. പക്ഷെ നമുക്ക് ഇതിൽ നമ്മൾ വ്യൂവിനനുസരിച്ചിട്ട് അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ വെച്ചിട്ട് നമുക്ക് ഇതിന് ഏത് ഭാഗത്തേക്ക് വേണ്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ജിയിൽ ഗ്രാബ്, അതാണ് ജി, അതിൽ സി പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടുവേർഡ്സ് ദ ക്യാമറ ആ സാധനം മൂവ് ആവും. സോ അതിനാണ് ഈ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കർസർ നോക്കാം. കർസർ മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഈ കർസർ കാണാം. കർസർ എക്സും വൈയും സിയും ഇങ്ങനെയാണുള്ളത്. ഈ കർസറിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇവിടെ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ കർസറിൻ്റെ റൊട്ടേഷൻ 3D കർസർ കാണാൻ പറ്റും. ഇവിടെ റൊട്ടേഷൻ എക്സ് ആക്സിസിലേക്ക് വേണോ
വൈ ആക്സസിൽ വെക്കുവാണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഈ റൊട്ടേറ്റ് ചെയ്ത ആ ഒരു ആക്സസിലായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് വർക്കാവുക. നിങ്ങൾ ജി പ്രസ് ചെയ്തിട്ട് ഇതിന് ആക്സസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്സസിലേക്കാണ് പോവുക. കുറച്ചും കൂടി ഈസി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എഡിറ്റ് മോഡിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഓഫ് ചെയ്യാം. ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എഡ്ജ് നമ്മൾ ഈ ഒരു കർസറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരിക. നിങ്ങൾ ഇത് എക്സ്ട്രൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിന് പാരലായിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇത് പോകും. അപ്പോൾ കർസർ വെച്ചിട്ട് നമുക്ക് ഏത് ആംഗിൾ വേണമെന്നുള്ളത് പാക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് ആ ഒരു ആംഗിളിലേക്ക് എക്സ്ട്രൂഡോ മൂവ്മെൻറ്റോ ചെയ്യേണ്ടിക്കലാണ് കർസർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പാരൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താ നോക്കാം. പാരൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റായിട്ട് പാരൻ്റ് ചെയ്യാൻ പറ്റും. പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നിടത്ത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ. നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഈ അടുത്ത ഒബ്ജക്റ്റ് ഷിഫ്റ്റ് വെച്ച് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഗ്രീൻ കാസ്റ്റ് വെച്ച് ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. അടുത്ത ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുക. കൺട്രോൾ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാരൻ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ബോക്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മേലത്തെ മങ്കി ഫേസ് മൂവ് ആവുക. പക്ഷെ നമുക്ക് ഈ മങ്കി ഫേസ് സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് ഇതും ട്രാൻസ്ഫോം ആവും. പക്ഷെ ഇതിനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് റൊട്ടേറ്റോ മൂവ്മെൻറ്റോ എന്ത് വേണ്ടിയും ചെയ്യാം. പക്ഷേ ഈ പാരൻ്റ് എവിടെയാണ് ഉപയോഗപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു സി ആക്സസിലേക്ക് റൊട്ടേറ്റ് ചെയ്തു വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഗ്ലോബലിലാണുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവ്മെൻറ്റ് എവിടേക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ മാറും. ഓക്കെ, നമുക്ക് ഈ ഒരു ഫേസിൻ്റെ ഓറിയൻറ്റേഷൻ നോർമലിനനുസരിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പാരൻ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ താഴോട്ടേക്ക് വലിക്കണം. എന്നാൽ മാത്രമേ ഇത് ഈ ആക്സസിൽ വർക്കാവുള്ളൂ. സോ മനസ്സിലായിട്ടുണ്ടാകുന്ന ഇരിക്കുന്നു, ഈ ഒരു ഒബ്ജക്റ്റിന് പാരൻ്റായിട്ട് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ അതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ട്രാൻസ്ഫോം പിവിയോട്ടാണ്. ഈ ഓപ്ഷൻസാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു മങ്കി ഫേസ് വെക്കുക. സൂസൻ എന്നാണ് ഈ മങ്കിയുടെ പേര് കേട്ടോ. ഈ ഹെഡിൻ്റെ പേര് സൂസൻ എന്നാണ്. സൂസൻ എന്നാണ് മങ്കി ഫേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂസൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഫസ്റ്റ് കാണുന്നത് ബൗണ്ടിങ് ബോക്സ് സെൻറ്റർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് മൊത്തമായിട്ട് അത് സെലക്ട് ചെയ്യും. ഇനി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതും ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് വെച്ചിട്ടായിരിക്കും ഈ ബൗണ്ടിങ് ബോക്സ് സെറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. നമ്മളിപ്പോൾ ഇത് നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓവറോള് ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിലോ എന്ത് വേണ്ടിക്കും ചെയ്യാം. നേരെ നിങ്ങൾ 3D കർസറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ പിവിയോട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഈ കർസറായിരിക്കും. സോ നിങ്ങളിതിനെ മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഈ കർസർ ഇവിടെയാണുള്ളതെങ്കിൽ കർസറിൻ്റെ ഇത് തന്നെയായിരിക്കും അതിൻ്റെ പോയിന്റ്, സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ആ കർസർ വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ആവുന്നത്, അല്ലാതെ ഈ സാധനം സെപ്പറേറ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവില്ല. അപ്പം നമ്മുടെ പിവിയോട്ട് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ കർസർ ആയിരിക്കും. ഇത് വളരെ ഉപകാരമുള്ള സാധനമാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് കോപ്പിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ Shift-D പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ Shift-R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ കർസർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി അതിൽ അടുത്തൊരു ഓപ്ഷനാണ് ഇൻഡിവിജ്വൽ ഒറിജിൻ. ഇൻഡിവിജ്വൽ ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് 4 ഹെഡ് ഉണ്ട്, 4 സൂസൻ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതേപോലെ 4 സൂസൻ ഉണ്ട്. ഈ 4 സൂസനെ നമുക്ക് സ്കെയിൽ ചെയ്യണം ഒരുമിച്ചിട്ട്. അപ്പോൾ എന്താ, ഇത് ഒരുമിച്ച് സ്കെയിലാവും. കണ്ട, ഇങ്ങനെ പ്രൊപ്പോർഷനലി അല്ല, ഒരുമിച്ചിട്ട് ഇങ്ങനെ സ്കെയിലാവും.
പക്ഷെ നമുക്ക് അങ്ങനെ സ്കെയിൽ ആവണ്ട, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും സ്കെയിൽ ആവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിൻ ഈ സെൻറ്ററിൽ കാണുന്ന ഇതിൻ്റെ സെപ്പറേറ്റ് ഒറിജിൻ ആയിരിക്കും. നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ വെച്ചിട്ടാണ് ആ ഒബ്ജക്റ്റ് സ്കെയിൽ ആവുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഈ 4 കൂടി സെലക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റ് വെച്ചിട്ടാണ് അത് സ്കെയിൽ ആവുക. ഇൻഡിവിജ്വൽ ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ വെച്ചിട്ട് അത് സ്കെയിൽ ആവും. നെക്സ്റ്റ് മീഡിയം പോയിൻറ്റും ബൗണ്ടിങ് ബോക്സിൻ്റെ പോയിൻ്റും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഇതിപ്പം സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ് ഇതിനെവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ 4 കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ മീഡിയം പോയിന്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4ൻ്റെയും കൂടിയിട്ട് ഒരു സെൻറ്റർ പോയിന്റ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതായിരിക്കും നമ്മുടെ സ്കെയിലിംഗ് പോയിന്റ്. നമുക്ക് അതിന് അതും ഈ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നതും ഒരേ സാധനം തന്നെയാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്തുനിന്ന് മാറ്റുന്ന സമയത്ത്, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മീഡിയമിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൻ്റെ പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറും. കാരണം ഇതിൻ്റെ 4ൻ്റെയും ഒരു സെൻറ്റർ പോയിന്റ് പറയുന്നത് ഇവിടെയാണ്. പക്ഷേ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിനൊരു ബോക്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ പോയിന്റ് ഏതാ അതാണത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മീഡിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ആക്റ്റീവ് എലിമെൻ്റ് ആണ്. അതായത് നമ്മളിപ്പം ഈ 4 ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഒബ്ജക്റ്റിൽ ലാസ്റ്റ് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഏതാ അതായിരിക്കും ആക്റ്റീവ് എലിമെൻറ്റ്. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഈ ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത ഒരു യെല്ലോ ലൈറ്റ് ഓറഞ്ച് വരുന്ന സാധനം അതായിരിക്കും ആക്റ്റീവ്. ഇപ്പം നിങ്ങൾ ഇതിൽ പോയിട്ട് ആക്റ്റീവ് എലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കർസർ ഈ ഗിസ്മോ പോയിട്ട് ഈ ആക്റ്റീവ് എലിമെൻറ്റ് നോക്കും. ഇനി നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ആ ആക്റ്റീവ് എലിമെൻറ്റിനെ ആയിരിക്കും ഇത് ബേസ് ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൽ ആക്റ്റീവാക്കി വെച്ചിട്ട് വേണം സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസ് പോയിൻ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഇതിനൊക്കെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ സാധനം. അപ്പം ഇത് 3ഉം ഇത് 4ഉം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഈ പറഞ്ഞു വരുന്ന ഓരോ ഓപ്ഷൻ്റെതും ടൈം ഫ്രെയിം ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോളൂ. ഓക്കെ, ഇനി ഇതിൽ ബാലൻസ് ഉള്ളത് ഈ സ്നാപ്പും ഈ പ്രൊപ്പോർഷൻ എഡിറ്റിങ്ങും പിന്നെ ഈ ഒരു പോർഷനും കൂടി മാത്രമാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഡലിംഗിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ സ്നാപ്പിങ്ങും ഈ പ്രൊപ്പോർഷൻ എഡിറ്റിങ്ങും ഇത് എന്താണെന്നും കൂടെ ഒന്ന് ബേസിക്കായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.